പറഞ്ഞു ഒരു പടയാളികളുടെ മനസ്സ്. രണ്ടാമത് ഒരു കർഷകന്റെ മനസ്സ്. കർഷകനൊരു പ്രത്യേകതയുണ്ട്. ഏത് സമയത്തും അധ്വാനിക്കുവാനുള്ളൊരു ഹൃദയമുണ്ടാകും, മനസ്സുണ്ടാകും. അവൻ ആ അധ്വാനിക്കുന്ന സമയം എന്ന് പറയുന്നത്, കർഷകൻ എന്ന് പറഞ്ഞാൽ താടിക്ക് കൈയും കൊടുത്ത് അയ്യോ പോയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവനല്ല കർഷകൻ. ഉത്സാഹമുള്ളവനായിരിക്കും അവൻ. അങ്ങനെയെങ്കിൽ ഇന്ന് പലകാലം ഉത്സാഹത്തോട് വേണം നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുക. തക്ക സമയത്ത് വെള്ളം കൊടുക്കേണ്ടപ്പോൾ വെള്ളം കൊടുക്കണം, വിത്ത് നനയ്ക്കേണ്ടപ്പോൾ വിത്ത് നനയ്ക്കണം, വിത്തിടേണ്ടപ്പോൾ വിത്തിടണം, വളം കൊടുക്കേണ്ടപ്പോൾ വളം കൊടുക്കണം. ഹല്ലേലൂയ. മണ്ണിനെ ശോധന ചെയ്യേണ്ടപ്പോൾ മണ്ണിനെ ശോധന ചെയ്യണം, അതിൻ്റെ വളർച്ചയെ നോക്കണം. ഞാനൊക്കെ പറഞ്ഞു പോവുകയാണ്, സമയമില്ല എല്ലാം പറയാം. ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആവശ്യം. ഒരു കർഷകന്റെ മനസ്സ്, ഒന്ന് ഒരു പടയാളിയുടെ മനസ്സ്, രണ്ട് ഒരു കർഷകന്റെ മനസ്സ്. ഞാൻ ഈ രണ്ട് വിഷയമല്ല ഇന്ന് സംസാരിക്കുന്നത്, വേറെ ഒന്ന്. ഹല്ലേലൂയ. ഒരു ഓട്ടക്കാരനോട് ഞാൻ ഇന്ന് പകൽക്കാലം ഒന്ന് സാദൃശ്യപ്പെടുത്തുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. ഒരു ഓട്ടക്കാരൻ. അത് പറയുന്നതിന് മുന്നേ എനിക്ക് ഒരു സന്തോഷമുള്ള ഒരു കാര്യം കൂടെ പറയാം. ഞാൻ നിങ്ങൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു എങ്കിലും നിങ്ങളുടെ ഭാഷ എന്ന നിലയിൽ ഞാൻ പറയാൻ ബാധ്യസ്ഥനായ ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിഷേകത്താൽ നിറയപ്പെട്ടു. അയ്യോ, ഒരു സന്തോഷത്തോടെ ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ചവർ മാത്രം ഒന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ശബ്ദം കുറഞ്ഞല്ലോ ഒന്ന്. ആമേൻ. ഈ ശബ്ദം കുറയരുത്, ശബ്ദം കൂടണം. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിന് ആധാരമായിട്ട് ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ചെയ്യുക. അന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടക്കാരനോട് സാദൃശ്യപ്പെടുത്തിയാണ്. അതിനാധാരമായിട്ട് 1 കൊരിന്ത്യർ 9-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 9:24. ശബ്ദമുയർത്തി. ഓട്ടക്കളത്തിൽ മയക്കുണ്ടെങ്കിൽ ഒന്ന് വായിക്കണോ? എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയില്ല. ഓട്ടക്കളത്തിൽ ഓടുന്നവരും മൈക്ക് കിട്ടിയില്ലെങ്കിൽ ശബ്ദം ഉയർത്തി വായിച്ചു. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ്ധ പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? ഒരുവനെ വിരുദ്ധ പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? വിരുദ്ധ പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുകയും നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുകയും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുകയും. അപ്പൊ നമ്മുടെ ഓട്ടം എങ്ങനെ ആയിരിക്കണം? എന്ത് പ്രാപിപ്പാൻ? ബിരുദം പ്രാപിപ്പ്. ഈ ബിരുദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിരുദം എന്നൊക്കെ പറയാറുണ്ടല്ലേ. എന്താ ഈ ബിരുദം? ബിരുദം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. നിങ്ങളെല്ലാം ചിരിക്കുന്നതിനൊന്നും മറുപടി പറയുന്നില്ലല്ലോ. ഒരു കഴിവ്, ഞാൻ അങ്ങനെ വിടുക. ഒരു ധൈര്യം, എന്തായാലും മലയാളം എന്തോ എനിക്ക് സാമർഥ്യം. യെസ്, സാമർഥ്യം. ഒരു സാമർഥ്യം ഉണ്ടാകണം. പക്ഷേ ഞാൻ പറയുന്നു, നമ്മളെല്ലാവരും അനേകർ ഓടുന്നുണ്ട്. ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിക്കരുത്. സാധാരണ ഒരു പ്രസംഗം ഒരു പ്രാവശ്യം പറഞ്ഞത് ഇങ്ങനെയാണ്: പെന്തക്കോസ്തുകാർ, മാർത്തോമക്കാർ, CSIക്കാർ എല്ലാ കാറുകളും ഓടുന്നുണ്ടാണ്. എല്ലാ കാറുകളും ഓടുന്നുണ്ട്. ഇവരെല്ലാം ഓടുന്നതെങ്കിൽ എങ്ങോട്ടാണ്? തെറ്റിദ്ധരിക്കില്ലേ? എങ്ങോട്ടാ ഓടുന്നേ? ഒരു ബിരുദ പ്രാപിപ്പാൻ, ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടണം. അന്നേരം അതിന്റെ രണ്ടാമത്തെ ഭാഗം ശിവങ്ങൾ ഒന്നുകൂടെ വായിച്ച് എന്തിനു വേണ്ടിയിട്ട് ഓടേണ്ടതെന്നാണ് പറയുന്നത്? ബിരുദ പ്രാപിപ്പാൻ പ്രാപിക്കേണ്ടതിന് തന്നെ, ബിരുദ പ്രാപിക്കേണ്ടതിന് തന്നെ ഓടുക. അപ്പം നമ്മുടെ ഓട്ടം എങ്ങനെയായിരിക്കണം? ബിരുദ പ്രാപിക്കാൻ. ചുമ്മാതെ ഓടുമല്ല. ഉസൈൻ ബോൾട്ടിനെ അറിയാം. ഉസൈൻ ബോൾട്ട് കേട്ടിട്ടുണ്ട്. ഉസൈൻ ബോൾട്ട് നടത്തിയ നല്ല ശരീരമൊക്കെ അത് സയൻസ് അദ്ദേഹത്തെ പറ്റി പഠിച്ചപ്പം ഈ മനസ്സിലായ കുതിരകളോടൊപ്പം പോലും ഓടാൻ കെപ്പുള്ള ഒരാളായിരുന്നു ആരും? ഉസൈൻ ബോൾട്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് റേസ് എങ്ങനെയായിരുന്നു അറിയാമോ? ഒന്നുമില്ല, അവൻ ലാസ്റ്റ് റേസ് പക്ഷെ അദ്ദേഹത്തിന് താൻ ഉദ്ദേശിച്ച രീതിയിൽ ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്? ലാസ്റ്റ് ലക്ഷ്യത്തിൽ എത്താൻ, താൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. ഈ ലോകത്തിന്റെ ഓട്ടക്കാർക്ക് പരിമിതികളുള്ളപ്പോൾ, ഹല്ലേലൂയ, ഈ ലോകത്തിന്റെ ഹല്ലേലൂയ രാജാക്കന്മാർക്ക് പരിമിതികളുള്ളപ്പോൾ
ഞാനും നീയും വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്. പരിമിതികളില്ലാതെ നമ്മെ സ്നേഹിക്കുന്നു. ഒരു പക്ഷേ നമ്മുടെ ഓട്ടം നമ്മുടെ തുടക്കത്തിൽ തടസ്സപ്പെട്ടിരുന്നാലും ഹല്ലേലൂയ പറയുന്ന ശ്രദ്ധിച്ചു കേൾക്കണം. ഓട്ടം ഒരു പക്ഷെങ്കിൽ തടസ്സത്തോടുകൂടിയാണ് ഞാനും നീ തുടങ്ങിയതെങ്കിലും അതിനെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്ന ഈ വാക്കുകൾ പറയുമ്പോൾ എന്നെ മേൽ ചലിക്കുന്ന നിങ്ങളുടെ മേൽ ചലിക്കുന്ന ഒരു ആത്മാവുണ്ട്. പരിശുദ്ധ ആത്മാവെന്ന് അതിന്റെ പേര്. പരിശുദ്ധ ആത്മാവ്, അത് പരിശുദ്ധിയുടെ ആത്മാവ്. അത് നിന്നെ ഹല്ലേലൂയ മ്ലേച്ഛതകളിലേക്ക് കൊണ്ടുപോകുന്ന ആത്മാവല്ല, അശുദ്ധികളിലേക്ക് കൊണ്ടുപോകുന്ന ആത്മാവല്ല. ഹല്ലേലൂയ വിളിച്ച ദൈവം ഹല്ലേലൂയ എന്നെ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത് വരെ കൂടെ ഉള്ളൊരു ദൈവം. അപ്പം ഈ ഓട്ടം ബിരുദം പ്രാപിപ്പാൻ വേണ്ടി ഓടുകയാണ്, ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുവാൻ വേണ്ടി ഓടുകയാണ്. പക്ഷേ ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. അതൊന്ന് വായിച്ചാല് ഫിലിപ്പിലെ 2-ാം അധ്യായം അതിന്റെ 12 മുതൽ വായിക്കാമോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായ ഭയത്തോടും വിറയലോടും കൂടെ. ഒന്നാമത്തെ കാര്യം ഒന്നും നിർത്തണേ. ഒന്നാമതപ്പം എന്ത് ചെയ്യണം? ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുകയും. നിങ്ങളുടെ രക്ഷയ്ക്കായി. അതിന് മുമ്പ് ഒരു അനുസരണം എന്ന് പറയുന്ന വാക്കുണ്ടല്ലേ? എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ. ഒന്നാമത്തെ ഘടകം അനുസരണമാണ്. ഹലോ, അമ്മേ. ഒന്നാമത് ആരെ അനുസരിക്കണം? ഞാൻ വളരെ ശാന്തമായിട്ട് പറയാൻ പോയി. ഒന്ന് നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ പ്രയോജനമുള്ളൂ. ഹല്ലേലൂയ. ഒന്നാമത് എന്ത് വേണം? അനുസരണം. ഒരു ഓട്ടക്കാരൻ എന്താ ആവശ്യം? അനുസരണം. എന്തിനെ അനുസരിക്കണം? ആരെ അനുസരിക്കണം? ദൈവത്തെ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് ചുമ്മാതെ കൈയടിച്ചാമ്പാട്ടുമായി പോകാനല്ല നമ്മെ വിളിച്ചത്. ഹല്ലേലൂയ. കൈകൊട്ടുന്നത് നല്ലതാ, പാടുന്നത് നല്ലതാ, സഭാരാധന കൂടുന്നതല്ല. പക്ഷെ അതിനപ്പുറത്ത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് തടസ്സങ്ങളുണ്ട്. ഓട്ടക്കാരിന് തടസ്സങ്ങൾ. പക്ഷെ ആ തടസ്സങ്ങളെ അവിടെ ഫിലിപ്പി ലേഖനത്തിൽ കാണുന്നത് ഒന്നാമത് അനുസരണം ഉണ്ടാകണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ മാറണമെങ്കിൽ ഒന്നാമത്തെ എഴുതി വെച്ചു, അനുസരിക്കുവാനുള്ളൊരു മനസ്സുണ്ടാകണം. അനുസരിക്കുവാനുള്ളൊരു മനസ്സ്. രണ്ടാമത്തെ കാര്യം താഴോട്ട് വായിക്കാങ്ങളെ. ഭയത്തോടും വിറയലോടും. എന്താ ഈ ഭയം? ആരെയാ ഭയപ്പെടുന്നത്? കഴിഞ്ഞ ദിവസം ഗൗരി എന്നോട് വന്ന അച്ഛാ, ഞാൻ എന്തോ അവരുടെ ഭാഷ പറഞ്ഞ ഞാൻ പേടിച്ചു. എന്നാ നമ്മളെ ചോദിച്ചപ്പോ ഞങ്ങളുടെ വീടിന്റെ അവിടെ ഒരു പന്നിയെ കണ്ടു. പന്നിയെ കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി. അപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്നിട്ട് ചോദിച്ചു ഭയമുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പൊ ഭയമില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആ ഭയമല്ല ഇവിടെ പറയുന്നത്, ദൈവ ഭയത്തെ പറ്റിയിട്ടാണ്. ആ കുഞ്ഞു മനസ്സിൽ ഒരു എന്താ പറയുന്നത് പന്നി പോലുള്ള ഒരു രൂപത്തെ കണ്ടപ്പോൾ അതിന്റെ അകത്തുണ്ടായി ഒരു ഭയമുണ്ടായി. പക്ഷെ ഇവിടെ പറയുന്ന ഭയം ദൈവ ഭയമാണ്. ദൈവത്തെ ഭയത്തോടും വിറയലോടും കൂടെ. എന്തിനു വേണ്ടിയിട്ടായി ഭയപ്പെടുന്നതും വിറയ്ക്കുന്നതിനും? എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പം രക്ഷപ്പെടണമെങ്കിൽ എന്താവശ്യമാണ്? ഭയവും ആവശ്യമാണ്, വിറയലും ആവശ്യമാണ്. ഞാൻ വളരെ ലളിതമായിട്ടാണ്, വലിയ തിയോളജിക്കൽ സാധനമൊന്നുമല്ല ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന നാടൻ ഭാഷയിൽ പറയാനാണ് നോക്കുന്നത്. അപ്പോൾ രക്ഷ പ്രാപിക്കണമെങ്കിൽ, ലക്ഷ്യത്തിലെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഭയം ഉണ്ടായിരിക്കണം, വിറയലുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഭയമുണ്ടെങ്കിലും വിറയലുണ്ടെങ്കിലും മാത്രമേ നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക്, ആ രക്ഷയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയത്തുള്ളൂ. അതിന്റെ 14-ാമത്തെ വാക്യം വായിച്ചേ. വക്രതയും കോട്ടയുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും. നിങ്ങൾ ഏത് തലമുറ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആളുകളെ പറ്റിയിട്ട് അവിടെ കാണുന്നത്? വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ. കോട്ടവുമുള്ള തലമുറ. അങ്ങനെയെങ്കിൽ നാം ഓടുന്നത് ഇതിനകത്താണ്. മനസ്സിലാകുന്നു ഞാൻ പറയുന്നത്? ഈ ലോകം എന്ത് നിറഞ്ഞതാ? വക്രത നിറഞ്ഞതാണ്, കോട്ടം നിറഞ്ഞതാണ്. ഞാൻ ഓടുന്ന, ഞാനും നമ്മൾ ഓരോരുത്തരും ഓടുന്നത് ഏതിന്റെ അകത്താണ്? ഈ ലോകത്തിന്റെ അകത്താണ്. നാം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ ഓട്ടം ആവശ്യമാണ്.
നിന്ന് പോയാൽ ഈ വക്രതയും ഈ കോട്ടവും നമ്മെ പിടിക്കപ്പെടാൻ ഇടയുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് പിടിക്കപ്പെടാതെ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും. ഒന്നാമത് അനന്യർ, അങ്ങനല്ലേ പറഞ്ഞത്? അനന്യരും പരമാർത്ഥികളും. അനന്യർ അനന്യർ. ഓക്കെ, അനന്യരും. രണ്ടാമത് പരമാർത്ഥികളും. അപ്പം ഒന്നാമത്തെ കാര്യം അനന്യർ എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ? നിന്ന ഇല്ലാത്ത ഒരു മനസ്സുള്ളവർ, എന്താ, മനസ്സുടമയായിരിക്കണം. പറഞ്ഞാൽ സിംഗിളായിട്ട് പറഞ്ഞാൽ നിന്ന നമ്മുടെ ജീവിതത്തിൽ വരരുത്. മക്കളെ, എന്നെ കേൾക്കുന്നുണ്ടോ? എല്ലാവരും കേൾക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എന്ത് വരരുത്? നിന്ന വരരുത്. നിന്ന വന്നാൽ ഓട്ടത്തിന് തടസ്സങ്ങൾ ഉണ്ടാകും. ഓട്ടത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് ക്രിസ്തീയ ജീവിതവുമായി ബന്ധപ്പെടുത്തിയ. നിങ്ങൾ ഓട്ടക്കാരനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നത് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന വന്നാൽ, ദൈവത്തോട് നിന്ന വന്നാൽ, മനുഷ്യരോട് നിന്ന വന്നാൽ നിന്റെ അഭിഷേകം കുറയുവാനിടയുണ്ട്. തിരിച്ചറിയണം. ഹല്ലേലൂയ. നിന്ദിക്കുന്ന ഒരു ഹൃദയമാണോ നിന്റെ അകത്തുള്ളത്? എന്നാൽ ഇന്ന് പകൽ തമ്പുരാനോട് പറയണം, കർത്താവേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. എത്ര വലിയ നിന്ദയും, എത്ര വലിയ പാപത്തെയും, എത്ര വലിയ ബലഹീനതയും, എത്ര വലിയ കൊടും ചുവപ്പായ ഹല്ലേലൂയ പാപത്തിന്റെ കടകളെയും കഴുകി കളയുവാൻ കഴിയുന്ന പുണ്യാരക്തത്താൽ ഹല്ലേലൂയ. പിന്നെയും മുന്നോട്ട് പോകട്ടെ. പരമാർത്ഥികൾ എന്ന് പറഞ്ഞാൽ നിർമ്മല ഹൃദയം എന്ന് പറയുന്നത് ഞാൻ പറയുന്ന വാക്കും പ്രവൃത്തിയും തമ്മിൽ എന്തുണ്ടാകണം? ഒരു ബന്ധം ഉണ്ടാകണം. എനിക്കിവിടെ നട്ടുകൂടി പ്രസംഗങ്ങൾ അങ്ങോട്ട് പ്രസംഗിച്ചിട്ട് അങ്ങോട്ട് മാറി നിന്നിട്ട് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിച്ചാലോ അല്ലെങ്കിൽ ചെയ്താലോ നിങ്ങൾക്ക് എന്നെ തിരുത്താനുള്ള ഇതുണ്ട് കേട്ടോ. പ്രസംഗിക്കുന്നത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ് കയറി വരുന്നുണ്ട് കേട്ടോ. ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തോട് എല്ലാ ദിവസവും. പ്രസംഗിക്കുന്നത് തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ. അതിനെ കേൾക്കുന്ന ദൈവജനമേ, നമ്മൾ ഒത്തിരി പ്രസംഗിച്ചില്ലെങ്കിലും, ഒത്തിരി സ്റ്റേജുകൾ ഇറക്കി മറിച്ചില്ലെങ്കിലും, ഹല്ലേലൂയ, വ്യക്തിപരമായി ദൈവത്തോടൊരു ദൃഢബന്ധമുണ്ടെങ്കിൽ അത് മതി. ഹല്ലേലൂയ. പരമാർത്ഥ ഹൃദയം നിനക്കുണ്ടോ? ഇന്ന് പകൽക്കാലം ഒന്ന് സ്വയം ശോധന ചെയ്ത്, കർത്താവേ, എന്റെ ജീവിതത്തിൽ നിഗളങ്ങൾ, അസൂയകൾ, പകകൾ, പിണക്കങ്ങൾ, ജാലശങ്കകൾ, ഹല്ലേലൂയ, ഗലാത്യലേഖനത്തിൽ എന്റെ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്റെ അകത്തുണ്ടെങ്കിൽ തടസ്സമാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഉപവാസത്തോടെ പ്രാർത്ഥനയോട് കൂടി ഇരുന്നത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അശുദ്ധികൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ദൈവത്തിന്റെ ഹിതമല്ലാത്തതുണ്ടെങ്കിൽ അതിനെയൊക്കെ കഴുകി ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് കൈയടിച്ചാൽ പാട്ടും പാടി പോകാനല്ല. അത് മാത്രമല്ല നാം മാറണം, ഞാൻ മാറണം, പാസ്റ്റർ മാറണം, വിശ്വാസികൾ മാറണം. അത് മാറണമെങ്കിൽ എന്റെയും നിന്റെയും മനോഭാവത്തിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാകണം. ഇത് വലിയ അടക്കപ്പെരിക്ക മെസ്സേജ് ഒന്നുമല്ല, എനിക്കറിയാം. അല്ലെങ്കിൽ ധരിക്കാൻ ചില പ്രയാസമാണ്. ഒക്കെ ചിലപ്പോൾ കുറഞ്ഞിരിക്കും. തമ്പുരാൻ എന്നെ ഇത് പറയാൻ ഇപ്പൊ നിയോഗിച്ചേക്കുന്നു. ഇത് എന്നെ കൂടെ വെച്ചോണ്ടാ കേട്ടോ പ്രസംഗിക്കാൻ. ഞാൻ നിങ്ങളോട് പറയുന്നതിന് മുന്നേ എന്നോട് പ്രസംഗിച്ചിട്ടാണ്. അതുകൊണ്ട് നിങ്ങളെക്കാൾ കൂടുതൽ കണക്ക് കൊടുക്കേണ്ട വ്യക്തി ഞാനാണ്. ആ ബോധ്യത്തോടു കൂടെ സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പകകൾ, പിണക്കങ്ങൾ, അസൂയകൾ, ഇതൊക്കെ നമ്മളുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നല്ലൊരു ഷർട്ട് ഇട്ടുകൊണ്ട് ഒരാൾ അതിലൂടെ പോകുമ്പോൾ ഞങ്ങളുടെ കാര്യം പറയാമേ, നല്ല ടിപ്പ് ടോപ്പില് ഇൻസൈഡൊക്കെ ചെയ്ത് ഷൂവും കോട്ടും ടൈം ബെൽറ്റും നല്ല പാൻസും നല്ല ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ അറിയാതെ നല്ല സാരി ഉടുത്തവരെ കാണുമ്പോൾ, തിളങ്ങുന്ന സാരികൾ ഉടുത്തുകൊണ്ട് ചുരിദാർ ഉടുത്തുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ അറിയാതെ പറഞ്ഞു പോകുമ്പോൾ, കർത്താവേ, ഇതുപോലെ എനിക്കൂടെ തന്നായിരുന്നെങ്കിൽ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ
ദൈവം നമുക്ക് തരുവാനുള്ളത് നമ്മുടെ അസൂയ കാരണം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ തോന്നുമ്പോൾ ഒന്ന് തമ്പുരാനോട് ഒന്ന് പറയണം, കർത്താവേ ഇതിനേക്കാൾ നല്ലത്. ഹല്ലേലൂയ. അങ്ങനെ പറയാം. അതുപോലുള്ള ഒന്നല്ല, അതിനേക്കാൾ ശ്രേഷ്ഠമായത്. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചോളൂ. നമ്മളാരാ പറഞ്ഞിട്ട് ശബ്ദം പറഞ്ഞു ദൈവത്തിന്റെ മക്കളാ, പുത്രനും പുത്രിമാരും. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മക്കളാ, സ്വന്തം ജനം, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം. ആമേൻ. ആരെ പറ്റിയാ പറയണേ? സ്വന്തം ജനം. ഇതൊക്കെ നമ്മളെ പറ്റി, എന്നെ പറ്റിയാ. എന്റെ പേരിനോട് ചേർത്തിട്ട് പറയണം, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ ജനം. ഓ ഹല്ലേലൂയ. പറ്റുന്നുണ്ടോ? കഴിയുന്നുണ്ടോ അതിനെ പറയാനായിട്ട്? പറഞ്ഞ് നമ്മൾ ശീലിക്കണം. വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ അകത്തുനിന്ന് വരട്ടെ. ഹല്ലേലൂയ. ഒരു നല്ല ഡ്രസ്സിലൂടെ പോകുന്നവരെ കാണുമ്പോൾ അസൂയയല്ല നമ്മെ ധരിക്കേണ്ടത്, അവന് നന്മ വരുത്തി ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മുടെ യാത്രകൾക്ക് കഴിയണം. നമ്മൾ അത്തരത്തിൽ നമ്മളെ ട്രെയിൻ ചെയ്തെടുക്കുമ്പോൾ, ജീവിതത്തെ മാറ്റുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ഞാനൊരു കാര്യം പറയാം. പണ്ടാരാണ്ട് പറയുന്നത് അസൂയക്കും ഈ പറഞ്ഞ 3 കൂട്ടത്തിൽ മരുന്നില്ല. അങ്ങനെയുള്ളവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പറ്റിയിട്ടല്ല പറഞ്ഞത്. ഹല്ലേലൂയ. നമുക്ക് ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധികൾ ഉണ്ടാകണമെങ്കിൽ നാം മാറ്റപ്പെടണം. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ഈ ജനക്കൂട്ടത്തോട് എനിക്ക് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ആരുടെയും അനുഗ്രഹത്തിൽ നിനക്ക് കുശുമ്പ് തോന്നുന്നുണ്ടെങ്കിൽ, അയലോക്കക്കാരൻ നല്ല ഫ്രിഡ്ജ് മേടിക്കുമ്പോൾ അതിനേക്കാളും വലിയ ഫ്രിഡ്ജ് നിന്റെ വീട്ടിൽ വെക്കണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അതിൻ്റെ അകത്തൊരു അസൂയയുടെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ തമ്പുരാനോട് പറയുന്ന, കർത്താവേ അറിയാതെ എൻ്റെ ജീവിതത്തിൽ വന്നുപോയി എന്നോട് ക്ഷമിക്കണേ. പ്രിയ ദൈവജനമേ, അതിനേക്കാൾ വലിയ ഫ്രിഡ്ജ് നിനക്ക് തരാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ സകല നന്മകളും ദൈവത്തിന് തരാൻ കഴിയും. പക്ഷെ ഒറ്റക്കാരൻ നാം വിശ്വസ്തരായി നിന്നാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇതൊരു പ്രോസ്പെരിറ്റി ടീച്ചിങ് ഒന്നുമല്ല കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സംഗതികളുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ അതൊക്കെ നമുക്ക് ആവശ്യം. പിന്നെ മുന്നോട്ട് പോകുന്നു. ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുകയും. പിറുപിറുപ്പ് എന്തോ സംഭവം? പിറുപിറുപ്പ് എന്തുവാ? മറ്റുള്ളവരെ കേൾക്കാതെ ചറവറ പറയുന്ന സാധനമല്ലേ? എന്താ നിങ്ങളെന്താ ഇങ്ങനെ പറഞ്ഞേ? എന്താ പിറുപിറുപ്പ്? നിങ്ങൾക്കൊന്നും അറിയത്തില്ലേ? ഈ ലോകത്തുള്ളവരല്ലേ? പിറുപിറുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊരാളെ കേൾക്കാതെ ദൈവത്തോടും പിറുപിറുക്കും, മനുഷ്യരോടും പിറുപിറുക്കും. ഞാൻ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടുണ്ട് പിറുപിറുക്കുമാരെ. ഒരു പക്ഷെങ്കിൽ വേറൊരു വ്യക്തിയെ പറ്റിയിട്ടായിരിക്കാം, അവന്റെ നന്മ കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവന്റെ കഷ്ടം കണ്ടിട്ടായിരിക്കാം. എന്ത് തന്നെ ആയിക്കോട്ടെ, ഞാൻ അധികം അതിലോട്ട് പോകുന്നില്ല. ഇങ്ങനെ ചുമ്മാ ചിലവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് എന്താ പറയുന്നത്? അപ്പൊ ഇവിടെ വചനം എന്താ പറയുന്നത്? ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും നിഷ്കളങ്ക മക്കൾ ആകണം എന്ന് ആഗ്രഹമുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നത്. പുറുപുറുപ്പും വാദവും കൂടാതെ നമ്മളെ തന്നെ ഒന്ന് സ്വയം ശോധന ചെയ്താൽ മതി കേട്ടോ. അടുത്ത പറഞ്ഞ ചൂണ്ടണ്ട, പറയരുത്, ഹൃദയത്തെ പറയരുത്, എനിക്കല്ല അടുത്തുള്ളവർക്ക് എന്ന് പറഞ്ഞ് തട്ടിവിട്ട എനിക്കൊന്നുമില്ല, നിങ്ങൾക്കേ പോകാനുള്ളൂ. തമ്പുരാൻ നമ്മെ ഒന്ന് ശുദ്ധീകരിക്കട്ടെ. ഇതിന്റെ ഏതെങ്കിലും ഒരു കണികയിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ദൈവം നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്ന പദ്ധതി ഫുൾഫിൽ ആകത്തില്ലെന്നാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കേട്ടോ. വലിയൊരു ആന്തരിക സൗഖ്യം, സാജൻ ഭാഷയിൽ പറഞ്ഞ ചില സോൾട്ടൈകൾ, പ്രാണബന്ധങ്ങൾ പൊട്ടിമാറട്ടെ. ഹല്ലേലൂയ.
Hallelujah. Oh, Hallelujah. പകകൾ, പിണക്കങ്ങൾ, ജാലശങ്കകൾ, പുറകുറുപ്പുകൾ, വാദങ്ങൾ, ഹാലലൂയ, 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 ഇവയിൽ ഏതെങ്കിലും ഒന്നെന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തമ്പുരാനോട് ഇന്ന് പകൽ പറയണം, പറയണം, പറയണം. വായികൾ തുറന്നു പറയണം, കർത്താവേ, ഇതിന്റെ ഒരു കണികയെങ്കിലും എന്റെ അകത്തുണ്ടെങ്കിൽ തമ്പുരാനെ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. പ്രാർത്ഥിച്ചേ. ഈ സഭയിൽ ഇത്തരത്തിലുള്ളതിന് സ്ഥാനമില്ലെന്ന് പറഞ്ഞ് കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ, എനിക്ക് എന്റെ ജീവിതത്തിൽ ഇതിനൊന്നും സ്ഥാനമില്ല. എന്റെ ജീവിതത്തിൽ ഹാലലൂയ പിശാചിനുള്ള സ്ഥാനം, ഹാലലൂയ പരിശുദ്ധ ആത്മാവിനായ സ്ഥാനം, ഹാലലൂയ ഇതും കൈവച്ചുകൊണ്ട് ഹാലലൂയ പിശാച് എന്ന് പറഞ്ഞാൽ പിശാച് പോകത്തില്ല. ഹലോ കേട്ടോ, പിശാചിനെ ശാസിച്ചാൽ പിശാച് പോകത്തില്ല. കാരണം ഈ സാധനം നമ്മുടെ അകത്ത് കിടക്കുക. ചിലപ്പോൾ പകകളായിരിക്കാം, പിണക്കങ്ങളായിരിക്കാം, ചിലപ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന്റെ കുറവായിരിക്കാം. എത്ര പേർക്ക് ആത്മാവിനെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? ഇതിലേതെങ്കിലും ഒന്ന് നമ്മെ ഭരിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്ന ഒരു കാര്യം പറയാം. ഇതേതെങ്കിലും ഉണ്ടെങ്കിൽ തലയിലൊന്നും കൈവെപ്പിക്കുന്നില്ല. ഞാൻ എന്നെ തന്നെ ഒന്ന് എന്റെ ഹൃദയത്തിലൊന്ന് പറഞ്ഞു, ആ മാറത്തോടൊന്ന് കൈവച്ചിട്ട് ഹൃദയത്തിലൊക്കെ കൈവച്ചിട്ടൊന്ന് ഇതിലേതെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഇതേതെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അടിച്ചു തകർക്കാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ ആന്തരികമായി സംഭവിക്കേണ്ടതാണ്. നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നതായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, പകകൾ, പിണക്കങ്ങൾ, ഒരുപക്ഷെ ഇതൊന്നുമില്ലെങ്കിലും സ്നേഹിക്കാൻ കഴിയാത്തത് നമ്മുടെ ജീവിതത്തിൽ വരാം. അതുകൊണ്ട് എന്നേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങുന്നവരെ കാണുമ്പോൾ അറിയാതെ തോന്നിയിട്ടുണ്ടോ? തമ്പുരാനോട് പറഞ്ഞു, കർത്താവേ, ഇല്ല, എനിക്ക് കർത്താവ് തരുന്ന മാർഗം മതി. ഞാൻ എന്റെ പഠന സമയത്തൊന്നും വലിയ മിടുക്കലൊന്നുമല്ലായിരുന്നു, പക്ഷെ അത്യാവശ്യം തട്ടിമുട്ടിയൊക്കെ പോകാൻ എനിക്കറിയാമായിരുന്നു. തമ്പുരാൻ തന്നൊരു കൃപയായിട്ട് തന്നെ ഞാൻ കാണുന്നത്. ഇപ്പോഴും വലിയ മിടുക്കലൊന്നുമല്ല. ഹല്ലേലൂയ. എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഈ പുസ്തകം എടുത്തതിന്റെ ഗുണമല്ലാതെ, ഹല്ലേലൂയ, ഇതെടുക്കാൻ കിട്ടിയ ഭാഗ്യത്തെക്കാൾ ഈ ലോകത്തിൽ വലുതായി ഞാൻ ഒന്നിനെ കാണുന്നില്ല. ഹല്ലേലൂയ. ഞാൻ സാധാരണ രീതിയിൽ ചില സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ, അങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് തീർന്നാൽ ഇത് പറയുന്നത് ചോരത്തിളപ്പ് കൊണ്ടല്ല കേട്ടോ, ചോരത്തിളപ്പ് കൊണ്ടല്ല. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ അകത്ത് വന്നാൽ ആ സ്നേഹത്താൽ നാം പിടിക്കപ്പെട്ടാൽ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ആ സ്നേഹത്തിന്റെ തീവ്രതയിലേക്ക് നീ ഇറക്കപ്പെട്ടാൽ നിന്റെ ലൈഫ് സ്റ്റൈൽ മാറും, നിന്റെ ജീവിത ശൈലികൾ മാറും. മറ്റുള്ളവരെ കാണുമ്പോൾ പുറപുറപ്പല്ല നിന്റെ ജീവിതത്തിൽ വരേണ്ടത്. അവനെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറ. ഞാൻ നീയുമായിരിക്കുന്ന ലോകത്തിൽ വക്രതയും കോട്ടവും നിറയുമ്പോൾ, വക്രത നിറയാനല്ല നിന്നെ വിളിച്ചത്, അവനെതിരെ പുറപുറപ്പാനല്ല നിന്നെ വിളിച്ചത്. സ്നേഹത്തിൽ പറയുന്നു, സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെയെല്ലാം കാണുവാനും കഴിയണം, ചെയ്യുവാനും കഴിയണം. ഇന്ന് പകൽക്കാലം ഈ ചർച്ചിന്റെ അകത്തിരിക്കുന്ന ഈ കൂട്ടത്തോട് എനിക്ക് പറയാനുള്ളത്, സ്നേഹത്താൽ നിറയപ്പെടണം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ സ്നേഹത്താൽ നാം നിറയപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയം മുന്നോട്ട് പോകുന്നു, ഞാൻ പിന്നെ മുന്നോട്ട് പോകട്ടെ. അങ്ങനെ നിറയപ്പെട്ടാൽ താഴോട്ടൊന്ന് വായിച്ചേ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ നമ്മുടെ ജീവിതത്തിൽ മാറുമെന്ന് എങ്ങനെ വചനം പറയുന്നത്? നിങ്ങൾ
ജ്യോതിസികളെ പോലെ പ്രകാശിക്കും. ആഗ്രഹമുണ്ടോ? ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ആഗ്രഹമുണ്ടോ? അങ്ങനെ കർത്താവേ, തലയോട് കൈവച്ചിട്ടൊന്ന് പറഞ്ഞു, കർത്താവേ, ഞാൻ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ലോകത്തിന്റെ കോട്ടമല്ല എന്നെ ഭരിക്കേണ്ടത്, ഈ ലോകത്തിന്റെ വക്രതയല്ല എന്നെ ഭരിക്കേണ്ടത്, ഈ ലോകത്തിന്റെ പുറത്തല്ല എന്നെ ഭരിക്കേണ്ടത്, ഈ ലോകത്തിന്റെ ഹല്ലേലൂയ വേറെ ഒന്നും തന്നെയല്ല എന്നെ ഭരിക്കേണ്ടത്. ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്ന ഒരു അഭിഷേകം എന്നെ മേൽ കത്തപ്പെടാൻ അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. അപ്പോ ഒരു വാക്യം കൂടെ, 3-ന്റെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. വചനം പറയുന്ന തെളിവ് കേട്ടോ. അങ്ങനെ ഓടുവാൻ തയ്യാറുള്ള ദൈവജനം, അങ്ങനെ ഓടുവാൻ മനസ്സൊരുക്കമുള്ളവരെ ക്രിസ്തുവിന്റെ സമയത്ത് ഒന്നുകൂടെ വായിച്ചേ. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അങ്ങനെ നാം ഓടുവാൻ തുടങ്ങിയാൽ അത് വ്യർത്ഥമായില്ല. നമ്മെ നയിക്കുന്ന ഒരു ശക്തിയുണ്ട്, നമ്മെ പുലർത്തുന്ന ഒരു ശക്തിയുണ്ട്, നമ്മുടെ ബലഹീനതയിൽ ഇറങ്ങി വരുന്ന ഒരു സാന്നിധ്യമുണ്ട്. ബലഹീനതകളെ അതിജീവിക്കുന്ന ദൈവകൃപയായി അത് നമ്മുടെ കരത്തെ പിടിക്കും, പിന്നെ മുന്നോട്ട് പോകട്ടെ. അതിന്റെ 3:14 ഫിലിപ്പിയർ 3:14 വായിച്ചു. എങ്ങനെ ഓടേണ്ടതെന്ന് നമുക്കത് പറഞ്ഞു തരും. ഫിലിപ്പിയൻസ് 3:14. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് എങ്ങനെ ഓടട്ടെ? പിൻപിലുള്ളതിനെ മറന്നു. ഒരു നിമിഷം, പിൻപിലുള്ളത് മറക്കണം. കഴിഞ്ഞ കാല ജീവിതത്തിൽ നമുക്കുണ്ടായ കഷ്ടതകൾ, ശോധനകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ആ പട്ടിക നിങ്ങളെ എടുത്തോ. ഞാൻ പറഞ്ഞിട്ട് ഒന്ന് എഴുതി വെച്ചോ ഹൃദയത്തിനകത്തോട്ട്. കർത്താവെ, കഴിഞ്ഞതാണെങ്കിൽ ഞാൻ ഇതായിരുന്നു, അതായിരുന്നു, മണ്ണായിരുന്നു, കൊടിയായിരുന്നു, കൃമിയായിരുന്നു. ചിലരുടെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനൊന്നും അല്ല, കർത്താവ് നമ്മെ ഓടാൻ വിളിച്ചതാണ് കേട്ടോ. ക്രിസ്തുവിന്റെ കൂടെ ഓടുവാൻ, ക്രിസ്തുവിന്റെ അഭിഷേകത്താൽ ഓടുവാൻ, പരിശുദ്ധാത്മ ശക്തിയാൽ ഓടുവാൻ. ആ ഓട്ടം എങ്ങനെയാണെന്ന് അവിടെ ഫിലിപ്പ് ലേഖനത്തിൽ പറയുന്നത്. എങ്ങനെയാ? മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ആ വിരുദ് പ്രാപിക്കണമെങ്കിൽ എങ്ങനെ ഓടണം? ഒന്ന്, പിൻപിലുള്ളത് മറക്കണം, മുൻപിലുള്ളതിനെ ആയണം. അതിന് നാമേ പറയാൻ പറ്റുമോ? പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് മുൻപിലുള്ളതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഓടുന്ന ഒരു ഓട്ടക്കാരനാണ് ഞാൻ നീയുമെങ്കിൽ നമ്മുടെ ഓട്ടം വൃഥാവാകുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവചനമേ, പിൻപിലുള്ളതിനെ മറക്കുവാൻ, കഴിഞ്ഞ കാലത്തിൽ നേരിട്ട നിന്ദകൾ, പരിഹാസങ്ങൾ, ദുഷികൾ മറക്കണം. അയ്യോ ദൈവദാസനെ അത് മറക്കാൻ പറ്റുമോ? പറ്റണം. ഒരുപക്ഷെ നിന്നെ കളിയാക്കിയിട്ടുള്ളവരായിരിക്കാം, ഒരുപക്ഷെ നിന്നെ വേദനിപ്പിച്ചിട്ടുള്ളവരായിരിക്കാം, നീ ചെയ്തിട്ടില്ലാത്ത തെറ്റിന് നീ കുറ്റം കേട്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് പറയണം, കർത്താവേ, എനിക്ക് ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടില്ലാത്ത തെറ്റുകൾക്ക് ഞാൻ കുറ്റക്കാരനായിട്ടുണ്ട്. കർത്താവേ, അതിനെ മറക്കുവാനുള്ളൊരു ദൈവം. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, പിൻപിലുള്ളതിനെ മറക്കാൻ. കർത്താവേ, കഴിഞ്ഞ കാലത്തെ എന്റെ വേദനകളെ മറന്ന്, കഴിഞ്ഞ കാലത്തെ എന്റെ നിന്ദകളെ മറന്നുകൊണ്ട് ദൈവത്തിന്റെ
ഹല്ലേലൂയ, ലക്ഷ്യത്തിലേക്ക് മുൻപിലുള്ള ബിരുദിനായി ഓടുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ഓടുന്നവർക്ക് മുൻപിലുള്ളതിനെ അറിഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിനാൽ, ആരാ എന്റെ കൂടെ? ക്രിസ്തുയേശു. സമയം പോയി, ഞാൻ വേഗത്തിൽ നിർത്തുവാൻ താല്പര്യപ്പെടുന്നു. ഹല്ലേലൂയ. ആ ക്രിസ്തുയേശുവിൽ ഓടണമെങ്കിൽ ഒരു സ്ഥിരത ആവശ്യമാണ്. വായിക്കാൻ നേരമില്ല. എബ്രായർ 12:1 പറയുന്നു, ആകയാൽ സാക്ഷികളുടെ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് സ്ഥിരത പ്രാപിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ നടക്കണം. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും. ആമേൻ. മനസ്സിലായോ? ഇത് രണ്ടും നമുക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മളെ സകല ഭാരങ്ങളെ മറന്നുകൊണ്ട് മുറുകെ പറ്റുന്ന പാപങ്ങൾ എന്ന് പറഞ്ഞാൽ നാം ഇട്ടിട്ട് നമ്മളെ സപ്രസ് ചെയ്യാൻ വേണ്ടി വരുന്ന സകല ശക്തികളെയും ആത്മാവിൽ കണ്ടുകൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് സ്ഥിരത കൈവരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ഞാൻ അതിനെ പറഞ്ഞു പോകുന്നു, വാക്യമെല്ലാം വായിക്കുന്നില്ല. 2 തീമോഥെയോസ് 4:7-8 വാക്യങ്ങൾ വായിക്കും. ഹല്ലേലൂയ. കിരീടം പ്രാപിക്കുമ്പോൾ ഓടാൻ പറയുന്നു. 3 കാര്യങ്ങൾ. നല്ല പോർ പൊരുതണം, ഓട്ടം തികയ്ക്കണം, വിശ്വാസം കാക്കണം. എല്ലാ കണ്ണുകളും അടയട്ടെ. കർത്താവിനോട് ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും പറയാൻ എന്റെ മുന്നിൽ സമയമില്ല. ഹല്ലേലൂയ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ ഒത്തിരി പേരുണ്ടെങ്കിലും ബിരുദം പ്രാപിക്കുന്നവൻ ഏകൻ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ക്രിസ്തുയേശുവിന്റെ കൂടെ ഓടുന്നവർക്ക് ബിരുദമുണ്ട്. ലക്ഷ്യസ്ഥാനത്ത് നിന്നെ കൊണ്ടെത്തിക്കുവാൻ തമ്പുരാൻ പദ്ധതിയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. കർത്താവിനോടൊന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മസാന്നിധ്യം എന്റെ മേലൊന്ന് ചലിക്കട്ടെ. വക്രതയും കോട്ടവും നിറഞ്ഞ ഈ ലോകത്തിൽ സ്ഥിരതയോടെ ഓടുവാൻ, മുറുകെ പറ്റുന്ന പാപങ്ങളെ വിട്ടുകൊണ്ട്, സകല ഭാരങ്ങളെയും വിട്ടുകൊണ്ട് ഓടുവാൻ ഒരു ദൈവിക അഭിഷേകം ഇന്ന് പകലിൽ എന്റെ മേലൊന്ന് പകരണമെന്നൊന്ന് പ്രാർത്ഥിച്ചേ. എന്റെ ജീവിതത്തിൽ അസൂയകളുണ്ടെങ്കിൽ, എന്റെ ജീവിതത്തിൽ പുറപുറുപ്പുകൾ ഉണ്ടെങ്കിൽ, എന്റെ ജീവിതത്തിൽ നിന്ദിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ഇന്ന് പകൽ അങ്ങയുടെ പുണ്യാഹ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമെന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ കാത്തതാം വിശ്വാസവും നഷ്ടപ്പെട്ട ചിലതിനെ തിരികെ വിളിച്ചുകൊണ്ട് ഓട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും ഉയർത്തമല്ലാതു നിശ്ചയം വേഗം കാണുമെൻ മണാളനേ. വ്യർത്ഥമല്ലാതു നിശ്ചയം വേഗം കാണുമെൻ മണാളനേ. കണ്ടിടും കണ്ടിടും പ്രിയരെ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും കണ്ടിടും കണ്ടിടും, പ്രിയരെ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയും പ്രദീപമേ. യേശുവേ മണാളനേ,
വിശ്വസ്തനാണ്. കഴിഞ്ഞ കാല ജീവിതത്തിൽ നിനക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിനെല്ലാം തിരികെ തരുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യന് പരിമിതികളുള്ളപ്പോൾ, വൈദ്യശാസ്ത്രത്തിന് പരിമിതികളുള്ളപ്പോൾ, പണത്തിന് പരിമിതികളുള്ളപ്പോൾ, കൂട്ടുകാർക്ക് പരിമിതികളുള്ളപ്പോൾ, മാതാപിതാക്കൾക്ക് പരിമിതികളുള്ളപ്പോൾ, നിന്റെ കൂട്ടുവിശ്വാസികൾക്ക് പരിമിതികളുള്ളപ്പോൾ, പരിമിതികളില്ലാതെ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ നഷ്ടപ്പെട്ടതിനെ, നഷ്ടമായതിനെ തിരികെ തരുവാൻ അവൻ മതിയായവനാണ്. ആരെങ്കിലും എന്നെ ഭാരത്തോടെ, പ്രയാസത്തോടെ, വേദനയോടെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങളോടൊരു ദൂത് എനിക്ക് പറയാനുണ്ട്. നിങ്ങളുടെ പ്രയാസങ്ങളെ അറിയുന്ന, നിങ്ങളുടെ പ്രശ്നങ്ങളെ അറിയുന്ന, നിങ്ങളുടെ വേദനകളെ അറിയുന്ന ഒരു നല്ല ദൈവം, ഒരു വീണ്ടെടുപ്പ് വില നിനക്ക് വേണ്ടി അവൻ ചൊരിയപ്പെട്ടു. ആ ക്രൂശിന്റെ മേൽ അവൻ നിനക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ചൊരിയപ്പെട്ടു. ഒരു നിമിഷം ആ ക്രൂശിനെ ഒന്ന് ധ്യാനം ചെയ്യും, പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടതിനെ തിരികെ പിടിക്കുന്നതാ. ഇരട്ടി വില കൊടുത്ത് അതിന്റെ ഉള്ള ആക്ച്വൽ പ്രൈസിനേക്കാൾ ഉപരി കൊടുത്ത നിന്നെ വിലയ്ക്ക് വാങ്ങിയത്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് സംസാരിക്കുകയാണ്. പ്രിയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് വരുന്നു. ഞങ്ങൾ കേട്ടതുപോലെ ഒരു ഓട്ടക്കാരനെ പോലെ വാക്കുകൾ നിറഞ്ഞ, കോട്ടം നിറഞ്ഞ ഈ ലോകത്തിൽ നിഷ്കളങ്കയുടെ ഹൃദയത്തോടെ ദൈവ മക്കളെന്ന പേരോടുകൂടെ അത് ഞങ്ങളുടെ നെറ്റിമേൽ പതിപ്പിച്ചുകൊണ്ട് ഓടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്ഥിരതയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിജ്ഞാനത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. വിവേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ ദാസനെന്നതിൽ അനുഗ്രഹിക്കുന്നു. അവരുടെ ഈ ആഴ്ചക്കാലം അനുഗ്രഹമായി തീരട്ടെ. ഈ ഒരാഴ്ചക്കാലം അവരുടെ യാത്രകൾ സുരക്ഷിതമായിരിക്കട്ടെ. അവരുടെ ജോലികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ കാൽകുത്തുന്ന ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ സംസാരിക്കുന്ന വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ സാന്നിധ്യം പോലും അഭിഷേകത്തിന്റെ ശക്തിയാൽ നിറയ്ക്കുന്നത് കൊണ്ട് സ്തോത്രം. മഹത്വം അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ.